ആശിച്ച് മോഹിച്ചാണ് ബിനീഷ് വീട് വെച്ചത്. മണലാരണ്യത്തിൽ ഭാര്യമൊത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതും കൃഷി ചെയ്ത് സമ്പാദിച്ചതുമെല്ലാം വീടിനായി മുടക്കി വായ്പയും എടുത്തു. പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ സ്വപ്നങ്ങളെല്ലാം മണ്ണടിഞ്ഞു പോയി. മാവടി, പള്ളിപ്പടി, തേനമാക്കൽ ബിനീഷിന്റെ പുതുപുത്തൻ ഇരുനില വീടാണ് 2018 പ്രളയത്തിൽ മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയത്. മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഒന്നും അന്ന് മാവടിയിൽ ഉണ്ടായില്ല. എന്നാൽ മഴ കനത്തിരുന്നു. ഇങ്ങനെയൊരു ദുരന്തം അവർ പ്രതീക്ഷിച്ചില്ല. ഭൂമിക്കടിയിലൂടെയുള്ള വെള്ളപ്പാച്ചിലിൽ അടിത്തട്ടിലെ മണ്ണൊലിച്ചുപോയി. എന്നാൽ പുറത്തത് കണ്ടില്ല. പ്രളയം കനത്ത 2018 ഓഗസ്റ്റ് 14 വൈകിട്ട് ബിനീഷിന്റെ വീടിന്റെ ഭിത്തികളിൽ വിള്ളൽ വീണു. അപകടമണത്ത ബിനീഷും കുടുംബവും സഹോദരന്റെ വീട്ടിലേക്ക് മാറി താമസിച്ചു. അപ്പോഴേക്കും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം മണ്ണു പിളർന്നു മാറിയിരുന്നു. ഓഗസ്റ്റ് 16 വീട് പൂർണ്ണമായും നിലം പതിച്ചു. ബിനീഷിന്റെ കൃഷിഭൂമിയിൽ ഉൾപ്പെടെ 4.5 കിലോമീറ്റർ അധികം പ്രദേശമാണ് ഭൂമി പിളർന്നു മാറിയിരുന്നത്. മാവടി, കുഴിക്കൊമ്പ് ഭാഗത്ത് 2 താഴ്ചയിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്നിരുന്നു. സഹിക്കാൻ പറ്റാത്ത ദുരന്തമാണെങ്കിലും ഇവർ ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലായിരുന്നു. വീട് ഇടിഞ്ഞു താഴ്ന്നിടത്ത് മറ്റു നിർമ്മാണങ്ങളൊന്നും നടത്തരുതെന്ന് റവന്യൂ അധികൃതർ ബിനീഷിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ നെടുങ്കണ്ടത്തിന് സമീപം താനിമൂട്ടിൽ പുതിയ വീട് വാങ്ങിയാണ് ബിനീഷും കുടുംബവും കഴിയുന്നത്. സർക്കാരിൽ നിന്നും വീട് തകർന്നതിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടി. ലോൺ ഉണ്ടായിരുന്ന ബാങ്ക് പുതിയ വീട് വാങ്ങാൻ ലോൺ പുതുക്കി നൽകിയതായും ബിനീഷ് പറഞ്ഞു. ഭൂമി പിളർന്ന് നിലം പൊത്തിയ വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കി. മഴയിൽ ഇടിഞ്ഞിരുന്ന സമീപത്തെ മൺതിട്ട ഇടിച്ചു നിരത്തി വീട് ഇരുന്നിടത്ത് ഏലം നട്ടു. വർഷങ്ങൾക്കിപ്പുറം ചുറ്റുമതിലിന് ചില അവശേഷിപ്പുകൾ മാത്രമാണ് അവിടെ പഴയ വീടിന്റെ ഭാഗമായി അവശേഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.